കൊച്ചി കാർണിവൽ റാലി ജനുവരി 2 നടത്തുന്ന കാര്യം ആലോചിക്കാൻ ഇന്ന് കാർണിവൽ ഭാരവാഹികൾ കളക്ടറുമായി ചർച്ച നടത്തും. ദേശീയ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി ജനുവരി 1 നടക്കേണ്ടിയിരുന്ന കാർണിവൽ പരിപാടികൾ റദ്ദാക്കിയിരുന്നു. ദുഃഖാചരണം കഴിഞ്ഞതിന് ശേഷം പരിപാടികൾ നടത്താനാണ് ആലോചന. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിജീഷ്, കൊച്ചി കാർണിവൽ റാലി ജനുവരി 2 നടത്തുന്ന കാര്യം ആലോചിക്കാനാണ് ഇന്ന് യോഗം ചേരുന്നത്. നേരത്തെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദേശീയ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി ജനുവരി 1 നടക്കേണ്ട കാർണിവലിൻ്റെ പരിപാടികൾ റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ അത് ചർച്ച ചെയ്യാനൊരു യോഗം തന്നെ വിളിച്ചിട്ടുണ്ടല്ലേ? നിഖിൽ, ദേശീയ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 31-ാം തീയതി അത് ആഘോഷമായി ഫോർട്ട് കൊച്ചിയിൽ നടത്താറുള്ള സബ് കളക്ടർ തന്നെ ചെയർമാനായിട്ടുള്ള സർക്കാരിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള പരിപാടികൾ നടത്താറുള്ളത്. ഇത്തരത്തിൽ 31-നുള്ള ആഘോഷ പരിപാടികളും ഒപ്പം തന്നെ 1-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിരുന്ന പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ എല്ലാ വർഷവും നടന്നു വരുന്ന കാർണിവൽ റാലിയുമാണ് ഇപ്പോൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അത് മറ്റൊരു ദിവസം നടത്തുന്നത് സംബന്ധിച്ച ആലോചനകളാണ് ഈ കാർണിവൽ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. 2-ാം തീയതി അത്തരം ഒരു പരിപാടി നടത്താൻ കഴിയുമോ? കാർണിവൽ റാലി അടക്കമുള്ള പരിപാടികൾ. ഒപ്പം തന്നെ ഇന്നലെ വിവിധ പരിപാടികൾ രാവിലെ മുതൽ തന്നെ നടന്നിരുന്നു. ചിത്രരചന മത്സരം, ബൈക്ക് റേസ് അടക്കമുള്ള പരിപാടികൾ നടന്നിരുന്നു. ഇതിനിടയിലാണ് പൂർണ്ണമായും തന്നെ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി കൂടുതൽ പരിപാടികളോ ആഘോഷ പരിപാടികളിലേക്കോ കടക്കേണ്ടതില്ല എന്നൊരു തീരുമാനം വരികയും അങ്ങനെ സബ് കളക്ടർ ചെയർമാനാണ് സബ് കളക്ടറുടെ തന്നെ ഒരു ഉത്തരവ് പരിപാടികൾ മാറ്റിവെച്ചതായി അറിയിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. വലിയ തോതിൽ തന്നെ എല്ലാ വർഷവും പരേഡ് ഗ്രൗണ്ടിലാണ് ഇത്തരത്തിൽ പപ്പാഞ്ഞിയെ കത്തിക്കാറ്. ആയിരക്കണക്കിന് ആളുകളാണ് ആ മൈതാനത്തേക്ക് സാധാരണ നിലയിൽ എത്തിച്ചേരാറുള്ളത്. ഇത്തവണ പപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ലെങ്കിൽ മറ്റ് ഘോഷയാത്ര അടക്കമുള്ള പരിപാടികൾ അത് മറ്റൊരു ദിവസം നടത്താം. ആഘോഷ പരിപാടികൾ പൂർണ്ണമായും തന്നെ റദ്ദാക്കേണ്ടതില്ല എന്നൊരു ആലോചന അല്ലെങ്കിൽ അത്തരമൊരു ആലോചനകളും തീരുമാനങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ അതേസമയം വെളി മൈതാനത്ത് ഗാലേഡി കൊച്ചി എന്ന ക്ലബ്ബ് സ്ഥാപിച്ചിട്ടുള്ള പപ്പാഞ്ഞിയെ കത്തിക്കാൻ തന്നെയാണ് തീരുമാനം. അത് സ്വകാര്യ ഒരു കമ്പനി ഇതുമായി ബന്ധപ്പെട്ട ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ടാണ് അത്തരത്തിൽ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നത്. അത് സർക്കാരുമായി അവിടെ നടത്തുന്ന പരിപാടികൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നതുകൊണ്ട് തന്നെ ക്ലബിന് പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയെങ്കിൽ 31-ാം തീയതി അർദ്ധരാത്രിയിൽ ഗാലേഡി കൊച്ചിയുടെ നേതൃത്വത്തിൽ കുറ്റൻ പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ നടക്കും. എന്നാൽ സർക്കാരിൻ്റെ ഔദ്യോഗികമായുള്ള പരിപാടികൾ സർക്കാർ നേതൃത്വത്തിൽ സബ് കളക്ടർ അടക്കം ചെയർമാനായിക്കൊണ്ടുള്ള പരിപാടികളാണ് പൂർണ്ണമായും തന്നെ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് നടക്കുന്ന യോഗത്തിന് ശേഷം ഒരു തീരുമാനമുണ്ടാകുമ്പോൾ 2-ാം തീയതിയോ അല്ലെങ്കിൽ മറ്റൊരു ദിവസമോ ഈ പരിപാടി നടത്തുക, കാർണിവൽ റാലി നടത്തുക, ഒപ്പം തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി റദ്ദാക്കിയ മറ്റ് പരിപാടികൾ കൂടി കലാപരിപാടികളടക്കം ആ ദിവസങ്ങളിൽ നടത്താനുള്ള ഒരു തീരുമാനമാണ്. കാരണം പല ഭാഗങ്ങളിൽ നിന്നായി വിദേശികളടക്കം ആഘോഷ പരിപാടികളിൽ സാധാരണ പങ്കെടുക്കാറുണ്ട്. ഇത്തവണയും വിദേശികളടക്കം നിലവിൽ എത്തിയിട്ടുമുണ്ട്. അവിടുത്തെ ഹോട്ടലുകളിലെല്ലാം തന്നെ നേരത്തെ തന്നെ നിറഞ്ഞു കഴിഞ്ഞു ആഘോഷ പരിപാടികളുടെ ഭാഗമായി. അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായും അത്തരം പരിപാടികൾ റദ്ദാക്കേണ്ടതില്ല എന്നൊരു തീരുമാനം തന്നെയാണ് ഈ സംഘാടകരും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അത്തരം കാര്യങ്ങളുടെ ഒരു ആലോചനയിലാണുള്ളത്. നിഖിൽ, ശരി ജിജീഷ.